ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, പിതാവിന്റെ സ്നേഹം കൊതിക്കാത്ത മക്കളില്ല. നിയമാവർത്തനത്തില് 32 6 തിരുവചനം, അവിടെ നിന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാവ്. ഈ വചനം സത്യമാണ്. എനിക്ക് ആദ്യം രൂപം നൽകിയതും എനിക്ക് പേര് നൽകിയതും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഹൃദയത്തിലാണ്. ഈ സത്യം നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് അങ്ങ് കുശവനാണ്, ഞങ്ങൾ കളിമണ്ണാണെന്ന് യെശയ്യാ പ്രവചനം പറയുന്നില്ലേ? ഞങ്ങൾ അങ്ങയുടെ കരവേല മാത്രമാണ്. ഈ പിതാവിന്റെ സ്നേഹം തിരിച്ചറിയണ്ടേ? അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളുമെന്ന് സങ്കീർത്തകൻ 27 സങ്കീർത്തനത്തിലൂടെ പറയുന്നില്ലേ? നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും കൂട്ടുകാരോട് ഷെയർ ചെയ്ത് ആശ്വാസം തേടാറില്ലേ? എന്നാൽ ഏറ്റവും ആദ്യം നാം പഠിക്കേണ്ടത് ഒറ്റയ്ക്കിരുന്ന് സ്വർഗത്തിലുള്ള എൻ്റെ ആ പിതാവിനോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായാൽ ദൈവസ്വരം കേൾക്കാൻ നമുക്ക് കഴിയും. ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പലരും കൊതിക്കുന്നുണ്ട്, എന്നാൽ സമയം ചെലവഴിക്കുന്നില്ല. ഈ സത്യം തിരിച്ചറിയണം. നമ്മുടെ സങ്കടങ്ങൾ പറയേണ്ടത് മനുഷ്യരോടുള്ള ദൈവത്തോടാണ്. ദൈവം അത് കേട്ട് നമുക്ക് അവശ്യ നേരത്ത് സഹായം തരും. അസ്വരം കേൾക്കാൻ നമുക്ക് കഴിയും. നമുക്ക് ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പാം.